പോയി ഒളിച്ചാലും നിന്നെയൊക്കെ പൊക്കും പറയുന്നത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച ഗൺമാൻമാർ ഒളിവിൽ പോയതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തല വിഷയത്തിൽ ആദ്യമായി നേരിട്ട് രംഗത്തു വന്നത്. ആലപ്പുഴയിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ഒരിക്കൽ കൂടി രമേശ് ചെന്നിത്തല രക്ഷാപ്രവർത്തനം ഓർമ്മിച്ചെടുത്തത്. കുട്ടികളെ പേപ്പട്ടിയെ തല്ലുന്നത് പോലെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സംഘം മർദ്ദിച്ചത്. മനുഷ്യത്വമുള്ള ആരെങ്കിലും ഇങ്ങനെ പെരുമാറുമോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചിരിക്കുകയാണ്. കേസിൽ 5 പോലീസുകാർക്കെതിരെ നരഹത്യ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയതോടെ ജാമ്യം പോലും കിട്ടില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. പിന്നാലെ പോലീസുകാർ ഇപ്പോൾ ഒളിവിലാണ്. CPM അനുഭാവികളായ പോലീസുകാർ ഇപ്പോഴും സേനയിലുണ്ട്. അവരുടെ സഹായത്തോടെയാണ് പോലീസുകാർ ഒളിവിൽ കഴിയുന്നതെന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. അതിനിടയിലാണ് രമേശ് ചെന്നിത്തല വിഷയത്തിൽ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത്. നിലവിൽ കേസ് അന്വേഷിക്കുന്നത് SP AP ഷൗക്കത്ത് അലിയാണ്. TP വധക്കേസിലെ പ്രതികളെ പിടികൂടി എന്ന ഒറ്റ കാരണം കൊണ്ട് CPM രാഷ്ട്രീയമായി വേട്ടയാടിയ പോലീസുകാരനാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതികൾ രക്ഷപ്പെടില്ലെന്നും ചെന്നിത്തല അടിവര ഇട്ട് തന്നെ പറയുന്നുണ്ട്. കേസിൽ മൊബൈൽ ഫോണും ഓഫാക്കി CPM സംരക്ഷണയിൽ ഒളിവിൽ കഴിയുകയാണ് അനിൽകുമാറും സന്ദീപും അടക്കമുള്ള പോലീസുകാർ. നിന്നെയൊന്നും വെറുതെ വിടില്ലെന്ന് പറയുന്ന ചെന്നിത്തല ഏത് വിധേനയും പോലീസുകാരെ കണ്ടെത്തണമെന്ന നിർദ്ദേശം SP-ക്ക് നൽകി കഴിഞ്ഞു. കേസിലെ പ്രതികളായ ഗൺമാൻമാർ ഒളിവിലെന്ന് SIT റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 5 പേരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. സംസ്ഥാനത്തിന് അകത്തും പുറത്തും അന്വേഷണം വ്യാപിപ്പിച്ചുവെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രതികൾ മുങ്ങിയത് ആലപ്പുഴ ജില്ലാ കോടതി വളപ്പിൽ നിന്നാണെന്ന വാർത്തകളും വരുന്നുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതോടെ പ്രതികളെ നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്യാമെന്ന അവസ്ഥ വന്നതോടെയാണ് സംഘം ഒളിവിൽ പോയത്. 1ഉം 2ഉം പ്രതികളായ അനിൽ കല്ലിയൂരിന്റെയും S സന്ദീപിന്റെയും മുൻകൂർ ജാമ്യ അപേക്ഷ ഓൺലൈനായി നൽകിയിരുന്നു. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിന് നേരെ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചു വരികയും വാഹനത്തിൽ ഇടിക്കുകയും ചെയ്തു. Z+ സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണി ഉണ്ടായ സാഹചര്യത്തിലാണ് ഇടപെട്ടത്. നടന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണ്. UDF സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്. ആദ്യ അന്വേഷണ റിപ്പോർട്ടിലും തങ്ങൾ ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവഹണമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾക്ക് യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലവുമില്ല. ഔദ്യോഗിക ജീവിതം തകർക്കാനും പൊതുസമൂഹത്തിൽ അപമാനിതരാക്കാനും ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. കേസിൽ ഒളിവിൽ പോവുകയോ തെളിവ് നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്താൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഉടൻ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നാണ് മുൻകൂർ ജാമ്യ ഹർജിയിലെ പരാമർശം. ഗൺമാൻമാരുടെ ഈ വാദങ്ങൾ അപ്പാടെ തള്ളുന്ന ഷൗക്കത്ത് അലിയുടെ SIT അതിനെ ഗണ്ണിക്കുന്ന തെളിവുകൾ കോടതിയിൽ കൈമാറിയിരുന്നു. ഇതിനൊപ്പമാണ് നരഹത്യാ ശ്രമം കൂടി ചേർത്തത്. ഇതോടെ മാസങ്ങളോളം ഇരുമ്പ് അഴി എണ്ണണമെന്ന അവസ്ഥ വരുമെന്ന് അറിഞ്ഞതോടെയാണ് പോലീസ് സംഘം CPM ഒത്താശയോടെ മുങ്ങിയിരിക്കുന്നത്. എവിടെ പോയി ഒളിച്ചാലും ഇടവലം നോക്കാതെ പൊക്കുമെന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി പിണറായിയുടെ രക്ഷാപ്രവർത്തകരെ വെറുതെ വിടില്ലെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ആ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. നിർത്തലാക്കി, രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഹരിപ്പാട് നിർത്തലാക്കി. 2 മെഡിക്കൽ കോളേജും യാഥാർത്ഥ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ധാരാളം വികസന കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ഞാൻ ഈ വേദി അതിനുള്ള ചർച്ചയായി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. വളരെയേറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണ് 10 വർഷക്കാലം UDF പ്രവർത്തകന്മാർ കേരളത്തിന് നേരിടേണ്ടി വന്നത്. ആലപ്പുഴ MLA നമ്മുടെ കൊച്ചനിയൻ തോമസിനെയും അജയ് ജുവൽ കുര്യാക്കോസ് എന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെയും പേപ്പട്ടിയെ തല്ലുന്ന പോലെയല്ലേ മുഖ്യമന്ത്രിയുടെ ജന്മാന്മാർ തല്ലിയത്? മനസാക്ഷിയുടെ ആരെങ്കിലും ചെയ്യുമോ അത്? ഈ ഗവൺമെന്റ് വന്നപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ SIT രൂപീകരിച്ച് ഗവൺമെന്റല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കോടതി, ആലപ്പുഴ ജില്ലാ കോടതി പറഞ്ഞു 2 വർഷം മുമ്പ് എന്താ പറഞ്ഞത്? ഒരു SIT രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്ന്. 2 വർഷക്കാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ SIT രൂപീകരിക്കാൻ തയ്യാറായില്ല. ഈ ഗവൺമെന്റ് വന്നപ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ ഞങ്ങൾ SIT രൂപീകരിച്ചു. ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ തലവൻ ഷൗക്കത്ത് അലി
TP കേസിൽ പ്രതിയെ പിടിച്ചതിന്റെ പേരിൽ 10 വർഷം ഉൾപ്പെടാതെ എന്ന 3-4 മാസങ്ങൾക്ക് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ SIT രൂപീകരിച്ചു. ആ SIT റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് നൽകി. ആ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 5 പോലീസുകാരെ DGP സസ്പെൻഡ് ചെയ്തു. ചില കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറന്നു പോകാൻ കഴിയില്ല എന്നുള്ള തീരുമാനമാണത്. കേസ് അന്വേഷണം നടക്കുകയാണ്. ഇപ്പോഴും ഫൈനൽ റിപ്പോർട്ട് വന്നിട്ടില്ല. കോടതിയിൽ ആ റിപ്പോർട്ട് കൊടുക്കും. SIT തീരുമാനിക്കണം ഇനി ഫൈനൽ റിപ്പോർട്ട് തരണമോ വേണ്ട. അവരാ തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. കോടതി, ആലപ്പുഴ ജില്ലാ കോടതിയിൽ അവർ റിപ്പോർട്ട് കൊടുക്കും. ഇനി ആരെങ്കിലും പ്രതിയായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കോടതിയും SIT തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ ഇടപെടേണ്ട കാര്യമല്ല. ആഭ്യന്തരമന്ത്രി ഇടപെടാൻ പാടില്ല. ഒരു കേസ് അന്വേഷണത്തിലും ആഭ്യന്തരമന്ത്രി ഇടപെടാൻ പാടില്ല. അതാണ് ആഭ്യന്തരമന്ത്രിയായി ചാർജ് എടുക്കുമ്പോൾ ഏതൊരു വ്യക്തിയുടെയും മനസ്സിലുണ്ടാകും.